അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ നാട്ടിൽ നിന്ന് പ്രാവശ്യം വരുമ്പോഴേ ഒരു 10 കളറുള്ള 10 മണി മേടിച്ചിട്ടുണ്ടെന്ന്. അതായത് ഒരു കഷ്ണത്തിന് 6 രൂപയാണ് ചന്ദ്രാപിനിന്ന് മേടിച്ചത്. അപ്പോൾ ഇതിലേതാണ്ടൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കും കൂടി കാണിച്ചു തരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് കളറായി, 3 കളറ്, 4 കളറ്, കാണുന്നത് 5 കളറ്. ഇന്നലെ 10 കളറ് 9 കളറുണ്ടായിട്ടില്ല. ഇതൊക്കെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നതാ. ഈ കളറൊക്കെ വ്യത്യാസമുണ്ട്. ഇന്നത്തേൽ വന്നിട്ടില്ല. അതായത് കുഞ്ഞ് പൂന്തിട്ട് കണ്ട വേറൊരു സൈസ്. തിളൊക്കെ കുറച്ചുള്ളായി. ഇനി എന്താ ഇത് സൈസിന് ചെറുത് വലുത് വ്യത്യാസമുണ്ട്. പക്ഷെ കുറച്ച് കളറൊന്നും ഇന്നില്ല, വിരിഞ്ഞിട്ടില്ല. അപ്പം ഞാനെല്ലാം കൂടെ നമുക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് ആക്കിയതാണ്. മാത്രമല്ല താഴെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഫുള്ളൊരു ചെറിയ പാകിസ്ഥാനി കുട്ടീൻ്റെ കൂടെ. ആ കുട്ടി ഇതൊക്കെ നുള്ളി കളയും. അപ്പോൾ അത് പണ്ടത് കഷ്ടപ്പെട്ട് മേലക്കൊക്കെ എത്തിച്ചതാണ്. പച്ചമുളകൊക്കെ ആകെ ഉണങ്ങിപ്പോയതാണത് ചെക്കന് പിടിച്ച് വലിച്ചിട്ടൊക്കെ. പിന്നെ അൽഹംദുലില്ലാ അവിടെ കൊണ്ടുവന്ന് വെച്ച് ഇപ്പോൾ ഒക്കെ രക്ഷപ്പെട്ട് തുടങ്ങി. അതുപോലെ ഇത് പെങ്ങളവിടെ നിന്ന് കൊണ്ടുവന്നത് ഈ സാധനം. ഇത് നമ്മൾ ഇറച്ചിയിലൊക്കെ ഇടുന്ന ഒരു തരലാണ്. കുറേ ഉണ്ടായി, ഒക്കെ ഉണങ്ങിപ്പോയി. ആ ചെക്കൻ തന്നെ ഇതിൽ നിന്നൊക്കെ വലിച്ചൂരിയിട്ടൊക്കെ കളഞ്ഞു. ഇതൊരെണ്ണം രക്ഷപ്പെടുന്നുണ്ട്. രക്ഷപ്പെട്ടങ്ങ് കാണാം. ഇതൊക്കെ നിങ്ങൾ വിഭാഗങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കാം. ഒരുപാട് വീഡിയോയിലൊക്കെ ഉണ്ടാകുന്നത്. ഇതാണ് നമ്മുടെ ടൈപ്പിംഗ് സെൻറ്റർ. ഇതാ നേരെ കണ്ടത് കണ്ട ടൈപ്പിംഗ് സെൻറ്റർ അതാണ്. ഇത് നമ്മളെ ജുമാഅത്ത് പള്ളി. നമ്മളെ പരിസരങ്ങൾ. കടൽ കാണണ്ട, കടൽ അറ്റത്ത് കണ്ട കടൽ കാണുന്നത് ഒക്കെ കാണാം. ഇവിടെ നിന്നിട്ട് ഇവിടെ കലക്കിട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് ഉണങ്ങും. നല്ല വെയിലെന്ന് വെച്ചാൽ കടുപ്പപ്പെട്ട വെയിലാണ്. ആറ്റൊക്കെ കാണുന്നത് കടലാണ് കാണുന്നത്. ഒക്കെ കാണുന്നത് കടൽ തന്നെ. ആ ഭാഗങ്ങൾ ഫുള്ള് കടലാണ് കാണുന്നത്. സാദിൻ്റെ ടൈപ്പിംഗ് സെൻ്ററിന് അവിടെ കാണുന്നത്. സാദും ചില്ലും വർക്ക് ചെയ്യുന്ന ടൈപ്പിംഗ് സെൻ്ററിന് അവിടെ കാണുന്നത്. നേരെ കാണുന്നത് സൈഡിൽ കൂടെ നോക്കുമ്പോൾ കാണാം. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിസരങ്ങളൊക്കെ. അത് സാധി ജിമ്മിന് പോണ ആ ബിൽഡിങ് കാണുന്നത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ പരിസര പ്രദേശങ്ങളൊക്കെ. ഇങ്ങനെയാണ് കേട്ടാ. എന്തായാലും അതേപോലെ ഇവിടുത്തെ ഓരോ റൂമിൻ്റെ AC കാണണം. ഇതൊക്കെ AC 24 മണിക്കൂറും ചാലാവുന്നൊരു AC ഇത്. പാകിസ്ഥാനികൾ താമസിക്കുന്നു. എപ്പോൾ നോക്കിയാലും ചാല് തന്നെ. ഇതൊക്കെയാണ് നമ്മുടെ പരിസരം എന്ന് പറയണത്. ഓക്കെ, അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.